എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദിനേഴ്സ് മലയാളം ചാനലിലേക്ക്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC നഴ്സിംഗ് കേരള PSC സ്റ്റാഫ് നഴ്സ് എക്സാമിൻ്റെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ DMEI റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ടോപ്പിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മൾ സ്ക്രീനിലേക്ക് പോവാം. കേരള PSC സ്റ്റാഫ് നഴ്സ് എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് BCG വാക്സിനേഷൻ ഈസ് സബ്ക്യൂട്ടേനിയസ്, ഇൻട്രാഡെർമൽ, ഇൻട്രാമസ്കുലർ, ഓറൽ. കറക്റ്റ് ആൻസർ ഇൻട്രാഡെർമൽ. Route of administration of BCG vaccine intradermal. Dose of BCG vaccine is 0.1 milligram. BCG vaccine കൊടുക്കുന്നത് ട്യൂബർക്ലോസിസിനെതിരെയാണ്. BCG vaccine കൊടുക്കുന്ന സമയം at the time of birth or within 4 weeks. അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് antipsychotic drug used in schizophrenia. First antipsychotic drug used in schizophrenia: chlorpromazine, amitriptyline, imipramine, lithium. Correct answer chlorpromazine. Chlorpromazine ആണ് ഫസ്റ്റ് ആന്റിസൈക്കോട്ടിക് യൂസ്ഡ് ഫോർ സ്കിസോഫ്രീനിയ. അടുത്ത ക്വസ്റ്റ്യൻ. The increased blood flow to the pelvic organs in pregnancy render a bluish color is called Gödel sign, Hegar sign, Osiander sign, Jacquemus sign. കറക്റ്റ് ആൻസർ ജാക്കമസ് സൈൻ ആണ് ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് ദി പെൽവിക് ഓർഗൻസ്. ഗൂഡൽ സൈൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റനിങ് ഓഫ് സെർവിക്സ് ആണ്. സോഫ്റ്റനിങ് ഓഫ് സെർവിക്സ് എന്ന് പറയുന്നതാണ് ഗൂഡൽ സൈൻ. എഗാർ സൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡെമോൺസ്ട്രേറ്റഡ് ആസ് എ സോഫ്റ്റനിങ് ഓഫ് കൺസിസ്റ്റൻസി ഓഫ് ദി യൂട്രസ് ആൻഡ് ദ യൂട്രസ് ആൻഡ് സെർവിക്സ് സീംസ് ടു ബി ടു സെപ്പറേറ്റ് റീജിയൻ. എഗാർ സൈൻ എന്ന് പറഞ്ഞാൽ യൂട്രസ് സോഫ്റ്റൻ ചെയ്യും, കൂടാതെ യൂട്രസും സെർവിക്സും രണ്ട് സെപ്പറേറ്റ് പാർട്ടായി കാണുന്നതിനാണ് ഹെഗാർ സൈൻ എന്ന് പറയുന്നത്. ഓസിയാൻഡർ സൈൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് പൾസേഷൻ ഓഫ് ലാറ്ററൽ ഫോർണിസസ് ഓഫ് വജൈന. ഇൻക്രീസ്ഡ് പൾസേഷൻ ഓഫ് ലാറ്ററൽ ഫോർണിസസ് ഓഫ് വജൈനയെ പറയുന്നതാണ് ഓസിയാൻഡർ സൈൻ. അടുത്ത ചോദ്യം. ട്രെൻലബർഗ് പൊസിഷൻ ഈസ് പ്രൊവൈഡഡ് ഫോർ എ പേഷ്യന്റ് വിത്ത് ഫോളോയിങ് കണ്ടീഷൻ എക്സെപ്റ്റ്. Trendelenburg position is provided for a patient with the following condition except retaining fluids in retention enema during thoracocentesis, following spinal anesthesia, preventing shock. Correct answer during thoracocentesis. During thoracentesis സിറ്റിംഗ് പൊസിഷനാണ് കൊടുക്കുന്നത്. അതായത് ബെഡിന് സൈഡിലേക്ക് മാറിയിരുന്ന് കാർഡിയാക് ടേബിളിലേക്ക് കൈകുത്തി ഇരിക്കുന്നതാണ് തൊറാസെൻറ്റസിസിൻ്റെ യൂഷ്വൽ പൊസിഷൻ. അതർ ഓപ്ഷൻസിൽ യൂസ് ചെയ്യുന്നതാണ് ട്രെൻഡലെബർഗ് പൊസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. നോർമൽ സീറം പൊട്ടാഷ്യം ലെവൽ. നോർമൽ സീറം പൊട്ടാഷ്യം ലെവൽ ഓപ്ഷൻസ് 10 to 20 millicurie per liter, 0.5 to 2 millicurie per liter, 3.5 to 5 millicurie per liter, 6 to 8 millicurie per liter. Correct answer 3.5 to 5 millicurie per liter. പൊട്ടാഷ്യത്തിൻ്റെ ലെവൽ 3.5 കുറഞ്ഞാൽ ഹൈപ്പോകലീമിയ എന്നാണ് പറയുന്നത്. പൊട്ടാഷ്യത്തിൻ്റെ ലെവൽ 5 കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ കലീമിയ എന്ന് പറയും. അടുത്ത ചോദ്യം. കളക്ഷൻ ഓഫ് എയർ ഇൻ ദി സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. കളക്ഷൻ ഓഫ് എയർ ഇൻ ദി സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ: എംപൈമ, എംഫൈസീമ, മെലനോമ, പയോഡാമ. കറക്റ്റ് ആൻസർ എംഫൈസീമ. അടുത്ത ക്വസ്റ്റ്യൻ. വിപ്പിൾ പ്രൊസീജിയർ ഈസ് ദ സർജിക്കൽ മാനേജ്മെന്റ് ഓഫ്. വിപ്പിൾ പ്രൊസീജിയർ ഈസ് ദ സർജിക്കൽ മാനേജ്മെന്റ് ഓഫ് CA പാങ്ക്രിയാസ്, CA കോളൻ, ഈസോഫാഗസ്, CA സ്റ്റൊമക്. കറക്റ്റ് ആൻസർ CA പാങ്ക്രിയാസ്. വിപ്പിൾ പ്രൊസീജിയറിൽ പാങ്ക്രിയാസിൻ്റെ ഹെഡ് ഭാഗവും ഡിയോഡിനും പിന്നെ ഗാൾ ബ്ലാഡർ, ബൈൽ ഡക്റ്റ് ഇത്രയും ഭാഗങ്ങൾ റിമൂവ് ചെയ്യുന്നു.
പാങ്ക്രിയാസിൻ്റെ ഹെഡ് ഭാഗവും കൂടാതെ ഡിയോഡിനം, ഗാൾ ബ്ലാഡർ, പിന്നെ ബൈൽ ഡക്റ്റ്. ഇത്രയും കാര്യം റിമൂവ് ചെയ്യുകയാണ് വിപ്പിൾസ് പ്രൊസീജിയറിൽ. അടുത്ത ചോദ്യം, കാപ്പോസി സാർക്കോമ ഈസ് കോമൺ ഇൻ ഹെപ്പറ്റൈറ്റിസ്, ഡെർമറ്റൈറ്റിസ്, എയ്ഡ്സ്, സോറിയാസിസ്. കറക്റ്റ് ആൻസർ എയ്ഡ്സ് ആണ്. എയ്ഡ്സിലാണ് കാർപ്പോസി സാർക്കോമ കാണുന്നത്. എയ്ഡ്സിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് കാർപ്പോസി സാർക്കോമ കാണുന്നത്. ഒരു മാലിഗ്നൻ്റ് കണ്ടീഷനാണ് കാർപ്പോസി സാർക്കോമ. അടുത്ത ചോദ്യം, ജീറിയാട്രിക് മെഡിസിൻ ഈസ് എ സ്പെഷ്യാലിറ്റി ദാറ്റ് ഫോക്കസ് ഓൺ മെയിൽ പോപ്പുലേഷൻ, ഫീമെയിൽ പോപ്പുലേഷൻ, അഡോളസെന്റ് പോപ്പുലേഷൻ, എൽഡർലി പോപ്പുലേഷൻ. കറക്റ്റ് ആൻസർ എൽഡർലി പോപ്പുലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് ഇന്ത്യൻ സർജറി വാഗ്ഭട്ട, ചരക, അത്രേയ, ശുശ്രുത. കറക്റ്റ് ആൻസർ ശുശ്രുത. അടുത്ത ക്വസ്റ്റ്യൻ, the antidote for magnesium sulfate in eclampsia in pregnancy is calcium chloride, sodium chloride, calcium carbonate, calcium gluconate. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ആണ് മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ ആൻറ്റിഡോട്ട്. അടുത്ത ചോദ്യം, എപ്പിഡമിക് ഔട്ട്ബ്രേക്ക് ഓഫ് ഡിസീസ് ഇൻ ബേർഡ് പോപ്പുലേഷൻ കാണുന്ന എപ്പിഡമിക് ഔട്ട്ബ്രേക്ക് ഏതാണെന്ന ചോദ്യം. എപ്പിസോട്ടിക്, പാൻഡമിക്, എൻസോട്ടിക്, എപ്പോണിത്തിക്. കറക്റ്റ് ആൻസർ എപ്പോണിത്തിക്. എപ്പിസോട്ടിക് എന്ന് പറഞ്ഞാൽ an epidemic outbreak of disease in animal population കാണുന്ന എപ്പിഡമിക് ഔട്ട്ബ്രേക്കിന് എപ്പിസോട്ടിക് എന്ന് പറയും. ബേർഡ് പോപ്പുലേഷനിൽ കാണുന്നത് എപ്പിസോണിക് എന്ന് പറയും. പാൻഡമിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വേൾഡ് വൈഡ് സ്പ്രെഡ് ഓഫ് ദി ന്യൂ ഡിസീസ്. എൻസോട്ടിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസീസ് ഈസ് കോൺസ്റ്റന്റ്ലി പ്രസന്റ് ഇൻ അനിമൽ പോപ്പുലേഷൻ ബട്ട് യൂഷ്വലി ഓൺലി എഫക്ട്സ് എ സ്മോൾ നമ്പർ ഓഫ് അനിമൽസ് അറ്റ് എനി വൺ ഏരിയ. ഒരു ചെറിയ ഭാഗം സ്ഥലത്ത് കാണപ്പെടുന്ന അനിമൽ പോപ്പുലേഷനിൽ കാണുന്ന ഡിസീസിനാണ് എൻസോട്ടിക് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് കുറച്ച് നമ്പേഴ്സ് ഓഫ് അനിമൽസിൽ മാത്രമേ കാണപ്പെടുള്ളൂ, അതും പ്രത്യേകമായിട്ട് ഒരു ചെറിയ ഏരിയയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, മസാജിങ് ദ ഇൻസുലിൻ ഇഞ്ചക്ഷൻ സൈറ്റ് ലീഡ്സ് ടു infection of injection site, bruising of the site, tissue damage, unpredictable absorption. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ അബ്സോർപ്ഷൻ ആണ്. അതുകൊണ്ടാണ് ഇൻസുലിൻ കൊടുത്തു കഴിഞ്ഞാൽ മസാജ് ചെയ്യരുതെന്ന് പറയാൻ കാരണം. അടുത്ത ചോദ്യം, ഡൈജസ്റ്റീവ് എൻസൈം കോമൺ ടു സലൈവറി ഗ്ലാൻഡ്സ് ആൻഡ് പാങ്ക്രിയാസ് ഈസ് ട്രിപ്സിൻ, അമൈലേസ്, കീമോട്രിപ്സിൻ, റെനിൻ. കറക്റ്റ് ആൻസർ ഈസ് അമൈലേസ്. സലൈവറി ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സലൈവറി അമൈലേസ്, പാങ്ക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാങ്ക്രിയാറ്റിക് അമൈലേസ്. സ്റ്റാർച്ചിൻ്റെ ഡൈജഷനാണ് അമൈലേസ് ഹെൽപ്പ് ചെയ്യുന്നത്. നോർമൽ ഇൻട്രാക്രൈനിയൽ പ്രഷർ ഓപ്ഷൻസ് 40 to 50, 0 to 5 millimeter of mercury, 20 to 35 millimeter of mercury, 5 to 50 millimeter of mercury. Correct answer 5 to 50 millimeter of mercury. Normal ICP 5 to 50 millimeter of mercury. Another question, the occupational disease caused by inhalation of cotton fiber dust over a long period of time. The occupational disease caused by inhalation of cotton fiber dust over a long period of time. Bagasosis, silicosis, bicyanosis, anthracosis. Correct answer bicyanosis. കോട്ടൺ ഫൈബർ കുറേ കാലമായിട്ട് ശ്വസിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒക്യുപ്പേഷണൽ ഡിസീസാണ് ബൈസിനോസിസ്. ബഗാസോസിസ് എന്ന് പറഞ്ഞാൽ ഇൻഹലേഷൻ ഓഫ് ഷുഗർ കെയിൻ ഡസ്റ്റ്. കുറേ കാലമായിട്ട് ഷുഗർ കെയിൻ ഡസ്റ്റ് ശ്വസിച്ചാലുള്ള ഒക്യുപ്പേഷണൽ ഡിസീസാണ് ബഗാസോസിസ്. സിലിക്കോസിസ് കൊണ്ട് ഉണ്ടാകുന്നത് ഇൻഹലേഷൻ ഓഫ് സിലിക്ക പൗഡേഴ്സ് കൊണ്ടാണ് സിലിക്കോസിസ് ഉണ്ടാകുന്നത്. ആന്ത്രക്കോസിസ് എന്ന് പറഞ്ഞാൽ ഇൻഹലേഷൻ ഓഫ് കോൾ ഡസ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മെലാറ്റോണിൻ ഈസ് ഹോർമോൺ സെക്രീറ്റഡ് ബൈ അഡിനോയിഡ് ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ
പീനിയൽ ഗ്ലാൻഡ് ആണ്. ഇത് റിപ്പീറ്റഡായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. സ്ലീപ്പ് ആൻഡ് വേക്ക് സൈക്കിളാണ് മെലാറ്റോണിൻ കൺട്രോൾ ചെയ്യുന്നത്. ഉറങ്ങാനും ഉണർന്നെണീക്കാനും ഒക്കെ സഹായിക്കുന്നത് മെലാറ്റോണിൻ്റെ പ്രവർത്തനമാണ്. ഏത് സമയത്ത് ഉറങ്ങണമെന്നൊക്കെ നമുക്ക് ബോഡീനെ മനസ്സിലാക്കി കൊടുക്കുന്നത് മെലാറ്റോണിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനേമാറ്റ ഡിസീസ് ഈസ് ഡ്യൂ ടു ദ പൊല്യൂഷൻ ഓഫ്. മിനേമാറ്റ ഡിസീസ് ഈസ് ഡ്യൂ ടു ദ പൊല്യൂഷൻ ഓഫ് ആർസനിക് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ, ഓർഗാനിക് വേസ്റ്റ് ഇൻ ടു ഡ്രിങ്കിങ് വാട്ടർ, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മെർക്കുറി ഇൻ ടു ഫിഷിംഗ് വാട്ടർ, ഓയിൽ സ്പിൽ ഇൻ വാട്ടർ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഓഫ് മെർക്കുറി ഇൻ ടു ഫിഷിംഗ് വാട്ടർ. മിനിമാറ്റ ഡിസീസ് ഉണ്ടാക്കുന്നത് മെർക്കുറി സ്പില്ലേജ് ഫിഷിംഗ് വാട്ടറിലേക്ക് പോയിട്ടാണ്. മിനിമാറ്റ ഡിസീസ് ഈസ് എ ന്യൂറോളജിക്കൽ സിൻഡ്രോം കോസ്ഡ് ബൈ സിവിയർ മെർക്കുറി പോയ്സണിംഗ്. സിംറ്റംസ് ഇൻക്ലൂഡ് അറ്റാക്സിയ, numbness in the hands and feet, general muscle weakness, narrowing of the field of vision and damage to the hear and speech. അടുത്ത ക്വസ്റ്റ്യൻ, dilation of renal pelvis is known as. Dilation of renal pelvis is known as hydronephrosis, pyelonephritis, glomerulonephritis, nephrotic syndrome. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോനെഫ്രോസിസ് ആണ് ഡയലേഷൻ ഓഫ് റീനൽ പെൽവിസ്. ഹൈഡ്രോനെഫ്രോസിസ് ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്ഷൻ ഇൻ ദി യൂറിറ്റർ ആണ്. യൂഷ്വലി ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാൻ കാരണം ഒന്നുകിൽ ട്യൂമർ പോലുള്ള എന്തെങ്കിലും കൊണ്ടാവാം, അല്ലെങ്കിൽ സ്റ്റോൺ കൊണ്ടാവാം. ഈ സ്റ്റോൺ ഒബ്സ്ട്രക്റ്റ് ചെയ്യുമ്പോൾ യൂറിൻ, കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിൻ പെൽവിസിസ് തന്നെ കെട്ടി നിന്നിട്ട് അത് വലുതാവുന്ന ഒരു കണ്ടീഷനാണ് ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്നത്. The pathogen responsible for malaria is protozoan, virus, bacteria, mosquito. കറക്റ്റ് ആൻസർ പ്രോട്ടോസോൻ ആണ് മലേറിയ കോസ് ചെയ്യുന്ന പാത്തോജൻ. പ്ലാസ്മോഡിയ എന്ന് പറഞ്ഞ പ്രോട്ടോസോൻ ആണ്. കാരണം പ്ലാസ്മോഡിയയിൽ തന്നെ വെറൈറ്റീസ് ഉണ്ട്. പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫാൽസിപാരം, ഇതൊക്കെ പ്ലാസ്മോഡിയൻ്റെ വെറൈറ്റീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ നോർമൽ പി എച്ച് ഓഫ് യൂറിൻ ഈസ് ഓപ്ഷൻ 4 to 8, 1 to 3, 14 to 18, 10 to 12. കറക്റ്റ് ആൻസർ 4 to 8. അടുത്ത ക്വസ്റ്റ്യൻ, ലാർജസ്റ്റ് ക്രാനിയൽ നെർവ്. ഓപ്ഷൻസ് ഓൾഫാക്ടറി നെർവ്, ഹൈപ്പോഗ്ലോസൽ നെർവ്, ട്രൈജെമിനൽ നെർവ്, ഗ്ലോസോഫാരിഞ്ചൽ നെർവ്. കറക്റ്റ് ആൻസർ ട്രൈജെമിനൽ നെർവ്. ട്രൈജെമിനൽ നെർവ് ഫിഫ്ത്ത് ക്രാനിയൽ നെർവ് ആണ്. ഫിഫ്ത്ത് ക്രാനിയൽ നെർവായ ട്രൈജെമിനൽ നെർവിനെയാണ് ലാർജസ്റ്റ് ക്രാനിയൽ നെർവ്. ട്രൈജെമിനൽ നെർവിന് വരുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ കംപ്രഷനൊക്കെ വരുമ്പോഴാണ് ട്രൈജെമിനൽ ന്യൂറാൾജിയ ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹ്യൂമിഡിഫയർ അറ്റാച്ച്ഡ് ടു ഓക്സിജൻ സോഴ്സ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഡ്രൈനെസ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ, പ്രിവെൻറ്റ് ഇറിറ്റേഷൻ ഓൺ ദി സ്കിൻ, prevent transmission of microorganism, prevent fire hazard. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ് ഡ്രൈനെസ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ ആണ് ഹ്യൂമിഡിഫയറിൻ്റെ മെയിൻ പർപ്പസ്. ECG changes in cardiac ischemia is ST segment depression, physiological Q wave, PQRS complex, absent P wave. ഇവിടെ കറക്റ്റ് ആൻസർ ST segment depression ആണ്. 2 ടൈപ്പിലുള്ള ECG ചേഞ്ചസ് ആണ് കോമൺ ആയിട്ട് കാണുന്നത്. അതിൽ ST സെഗ്മെൻറ്റ് എലിവേഷനാണ് ഏറ്റവും കൂടുതലായി കാണുന്നത്. ചില സമയത്ത് ST സെഗ്മെൻറ്റ് ഡിപ്രഷനും ഉണ്ടാവാം. സോ ക്വസ്റ്റ്യൻസ് എൻഡ്സ് ഹിയർ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.